പൊതുജനം കഴിയല്ല സാർ. നമ്മൾ ആദ്യം പോകുന്നത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ദുരന്ത ബാധിതർ സമരം പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു പിന്നാലെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിലേക്കാണ്. ഈ സമരത്തിന് പിന്നാലെ തന്നെ സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ UDF തീരുമാനിച്ചിരിക്കുകയാണ്. ഈ മാസം 27-ന് ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ടി സിദ്ദിഖ് MLA-യുടെ നേതൃത്വത്തിൽ രാപകൽ ഉപവാസം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. 28-ന് UDF കളക്ടറേറ്റ് വളയും. ദുരന്ത പ്രദേശത്ത് നാളെ കുടിൽ കെട്ടാനാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. തിങ്കളാഴ്ച ദുരന്ത ബാധിതരുടെ ജനകീയ സമിതി കലക്ടറേറ്റിന് മുന്നിൽ ഉപവാസം നടത്തും. നമുക്കറിയാം, ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ധാരാളം പരാതികൾ ഉണ്ടാകുന്ന ഒരു ഭാഗത്ത്, അതേസമയം അതിന്റെ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു. കേന്ദ്രത്തിന്റെ ധനസഹായം ഇപ്പോൾ വായ്പയായി സംസ്ഥാനത്തിന് മേൽ വന്നിട്ടുണ്ട്. ഇതിനെല്ലാം ഇടയിലാണ് പുതിയ പ്രതിഷേധ പരിപാടികളുമായി UDF രംഗത്ത് വരുന്നത്. റിപ്പോർട്ട് കാണാം. ഞങ്ങൾ ഇനി എന്താ ചെയ്യണം? ഞങ്ങൾ ആത്മാർത്ഥ ചെയ്യണോ? ഞങ്ങൾക്ക് ഒരു വഴി ഇനിയില്ല. ഇപ്പോൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഈ പെൻഷനാണ് അവർ മര്യാദയ്ക്ക് തരുന്നില്ല. അതെങ്കിലും നമുക്ക് ഡെയിലി കിട്ടുകയാണ് നമ്മൾക്ക് എന്തെങ്കിലും ഒരു സഹായമായിരുന്നു. അതും തരുന്നില്ല. ഇപ്പോൾ വിഷമം എന്താ പറയുക, അന്ന് പോയാൽ മതിയായിരുന്നു. ഇന്ന് ഇതൊന്നും അറിയണ്ട. ഇത് ഇവർ ഓരോരോ സമയത്ത് ഓരോ ലിസ്റ്റ് ഇറക്കും, എന്നിട്ട് അത് പിന്നെയും നീട്ടും പിന്നെയും കിട്ടും. ഞങ്ങൾ എന്തിനാ ഈ പാവങ്ങൾ എങ്ങനെ ഇട്ടിട്ട് ഇതുപോലെ ഒരു ദുരന്തം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്ന് 7 മാസം. പുനരധിവാസത്തിന്റെ ലിസ്റ്റ് പോലും പൂർത്തിയായിട്ടില്ല. ഈ സാഹചര്യത്തിൽ നിശബ്ദമായിരിക്കാൻ തയ്യാറല്ലെന്നാണ് ദുരന്തബാധിതർ പറയുന്നത്. ആക്ഷൻ കൗൺസിലുകൾ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. സമരമല്ലാതെ മറ്റു വഴികളില്ലെന്ന നിലപാട് പങ്കുവയ്ക്കുന്നു ദുരന്തബാധിതരുടെ സംഘടനകൾ. നാളെ ദുരന്ത പ്രദേശത്ത് കുടിൽ കെട്ടിയാണ് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ സമരം. ദുരന്തം അനുഭവിക്കുന്ന മുഴുവൻ ആളുകളെ ഒരുമിച്ച് നിർത്തി വലിയൊരു സമരത്തിലേക്ക് ഞങ്ങൾ പോകും. ഈ സമരം മാത്രമല്ല, കുടിൽ കെട്ടി സമരം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. ഞങ്ങൾക്ക് മറ്റൊരു വീട് തരുന്നില്ലെങ്കിൽ അവിടെ തന്നെ പോയി കുടിൽ കെട്ടി താമസിക്കാനാണ് തീരുമാനം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന് ഇത്ര കാലമായിട്ടും സർക്കാരിൽ നിന്ന് കാണുന്നത് നിസ്സംഗതയും ഉത്തരവാദിത്ത രാഹിത്യവുമെന്ന ആരോപണം ഉയർത്തുകയാണ് MLA ടി സിദ്ദിഖ്. ഈ പശ്ചാത്തലത്തിൽ UDF സമരം ശക്തമാക്കുകയാണ്. ഏപ്രിൽ മാസത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് അടക്കമുള്ള സമരമാണ് തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാരിലുള്ള പ്രതീക്ഷ അസ്തമിക്കുക. ആ ഒരു സാഹചര്യത്തിൽ UDF തുടർ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുക. 27-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് കളക്ടറേറ്റ് പടിക്കൽ MLA-യുടെ നേതൃത്വത്തിൽ ഉപവാസം നടക്കും. രാപ്പകൽ ഉപവാസമാണ്. തിങ്കളാഴ്ച 10, 11, 12 വാർഡ് തല ജനകീയ സമിതി കളക്ടറേറ്റിന് മുന്നിൽ ഉപവാസം സംഘടിപ്പിക്കുന്നുണ്ട്. എന്നാൽ പുനരധിവാസത്തിൽ വൈകൽ ഉണ്ടായിട്ടില്ലെന്ന് റവന്യൂ മന്ത്രി K. രാജൻ വ്യക്തമാക്കി. ദുരന്തബാധിതർക്ക് പരമാവധി ഭൂമി നൽകണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശമെന്നും മന്ത്രി. കേരളം നിശ്ചയിച്ച വിധത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളാവുന്ന കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ പോകും. ഏതെങ്കിലും കാറ്റഗറിയിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പരാതി നൽകിയാൽ സർക്കാർ അത് കൃത്യമായി പരിശോധിക്കും. ആ ലിസ്റ്റിൽ പെടാത്ത ആളുകളുണ്ടെങ്കിൽ പരാതി തന്നാൽ ഉറപ്പായിട്ടും മെറിറ്റ് അനുസരിച്ച് പരിശോധിച്ച് ആ ലിസ്റ്റുകളിൽ ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തുകയും ചെയ്യും. ദുരന്തബാധിതരുടെ സമരത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ട്. അവരുന്നയിക്കുന്ന ആവശ്യം വളരെ ന്യായമായ ആവശ്യം തന്നെയാണ്. മിനിമം ഒരു 10 സെൻറ്റ് ഭൂമി അവർക്ക് കൊടുക്കണം. കുടിയിറക്കപ്പെടുന്ന തൊഴിലാളികൾ അവിടെ ഉണ്ട്, ആ എസ്റ്റേറ്റിൽ നിന്ന്. അവരുടെ പ്രശ്നവും പരിഹരിക്കണം. അവരങ്ങോട്ട് ഇറങ്ങിപ്പോവർ, അവർക്കും വീട് സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. കൂട്ടത്തിൽ UDF-ഉം സമരവഴി തെരഞ്ഞെടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം അടക്കമുള്ള വിഷയം രാഷ്ട്രീയ മാനത്തിലേക്ക് മാറുന്നു. എന്തു മറുപടിയാകും സർക്കാരും LDF-ഉം നൽകുക? സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കൈയിലുമൊക്കെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലും അതിലെ ദുരന്ത ബാധിതർ അനുഭവിക്കുന്ന മാനസികവും അല്ലാത്തതുമായ സംഘർഷങ്ങളും ഒന്നും മറക്കാനുള്ള സമയം നമുക്കായിട്ടില്ല. ഇപ്പോൾ ഇതിനകത്ത് അനിൽ കോറോത്ത് ചോദിക്കുന്നു, സമരം വേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെ അല്ലേ? കേന്ദ്ര സഹായം വായ്പയായിട്ടാണോ വേണ്ടത്? UDF-ന്റെ നാവാവരുത് 24 എന്ന് അനിൽ കോറോത്ത് പറഞ്ഞു. അനിൽ, ധാരാളം ഉറ്റവരെ ഉടയവരെ നഷ്ടപ്പെട്ടവർ അവിടെയുണ്ട്. ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിയാതെ കഴിയുന്നവരുണ്ട്. അവർക്ക് ഇനി പ്രതീക്ഷിക്കാൻ ജീവിതത്തിൽ എന്താണുള്ളത് എന്നൊക്കെ ഓർത്ത് നിത്യമായ ദുഃഖത്തിൽ സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടവർ, രക്ഷിതാക്കളെ നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർ, അങ്ങനെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയാത്ത വലിയ നഷ്ടത്തിൻ്റെ കണക്കുമായി നിൽക്കുന്ന ജനങ്ങളാണ് അവിടെയുള്ളത്. അവരുടെ പുനരധിവാസത്തിന് പ്രൈം പ്രിയോറിറ്റി, ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണന നൽകി തീർപ്പാക്കേണ്ട പ്രശ്നമാണ്
മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്ത ബാധിതരുടെ പ്രശ്നങ്ങൾ. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാർ അത് വായ്പയായിട്ടല്ലേ നൽകുന്നത്. വായ്പയായിട്ട് നൽകിയാലും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളായാലും ഭൂമി അടക്കമുള്ള കാര്യങ്ങൾ വേണം എന്നത് അവരുടെ തീർത്തും ന്യായമായ ആവശ്യമാണ്. ഈ ആവശ്യങ്ങൾ പരിഗണിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്കൊരു സർക്കാർ? അപ്പോൾ സർക്കാർ ഈ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്, സർക്കാർ ഈ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ UDF പറയുന്നത് ഇനിയും കാത്തിരിക്കാൻ വയ്യ എന്നാണ്. അതുകൊണ്ട് അവർ സമര പരിപാടികളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും കടക്കാൻ പോകുന്നു. അത് UDF പ്രതിപക്ഷത്തിരുന്ന് ചെയ്യുന്ന പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് അവർ നടത്താൻ പോകുന്ന പ്രതിഷേധമാണ്. അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ മാധ്യമങ്ങൾക്ക് കഴിയില്ല. അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതേസമയം അവരുടെ പ്രശ്നങ്ങൾ മുൻഗണനാ ക്രമത്തിൽ വളരെ വേഗം പരിഹരിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും നമുക്കുണ്ടാകരുത്. സമരമില്ലാതെ മറ്റു വഴികളില്ല എന്നാണ് ദുരന്തബാധിതർ ഇപ്പോൾ പറയുന്നത്. അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്നതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. പലതരത്തിലുള്ള ആവശ്യങ്ങളാണ് അവർക്കുള്ളത്. വെറും വീട് മാത്രമല്ല, അവർക്ക് കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ഇനി എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അറിയാത്ത ആളുകളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ആവശ്യങ്ങളുമായിട്ടാണ് അവർ നിൽക്കുന്നത്. കാരണം അവരുടെ മുന്നിൽ മുന്നോട്ടുള്ള ജീവിതം അടഞ്ഞു പോയ അവസ്ഥയാണ്. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. എന്താ ചെയ്യപ്പോൾ സമരം ചെയ്യേണ്ടി വന്നാൽ ചെയ്യുക, അല്ലാണ്ട് എന്താ ചെയ്യുക? നമ്മൾ സമരം വേണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും സഹായം അവർ ചെയ്തു തരികയല്ലേ വേണ്ടത് സർക്കാർ. ഇങ്ങനെ ആയാലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എവിടേക്ക് പോകാനാ? നമ്മൾ 76 വയസ്സായി ഞാനൊക്കെ എവിടെ പോയി പണിയെടുക്കാനാ? നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊരു വീട് വേണ്ടേ? നമുക്കൊരു അന്തി ഉറങ്ങണ്ടേ? നമുക്കെന്ന് പറഞ്ഞിട്ട് ഒരു വീടില്ലെങ്കിൽ നമ്മൾ എവിടെ പോയി കിടന്നുറങ്ങും? സർക്കാർ റോട്ടിൽ ഇറങ്ങിയിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ ആളുകൾ ഇത്രയും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് സമരത്തിലേക്ക് പോകാൻ കഴിയില്ല. മറ്റൊരു കാര്യം, എൽസൺ എസ്റ്റേറ്റ് 5 സെൻറ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മന്ത്രിയുടെ പ്രസ്താവന പരമാവധി കൊടുക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് 10 സെൻറ്റ് നിർബന്ധമായിട്ട് വേണം. അതിൽ കൂടുതൽ അല്ലാതെ കുറയാൻ കഴിയില്ല. അതിനാണ് സമരത്തേക്ക് പോകുന്നത്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വീട് വേണം. ഞങ്ങൾക്കൊരു വഴിയില്ലാതിരിക്കുകയാണ്. വീടും പോയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും നമുക്ക് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം വരണം. ഞങ്ങൾക്ക് വീട് ആവശ്യമാണ്. പണിയില്ല, തൊരല്ല. പിന്നെ ഈ 9,000 റുപ്യ കയറുന്നത് അതും കയറുന്നുമില്ല. അതൊക്കെ നമുക്ക് തരണം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവരുടെ ആവശ്യങ്ങളൊക്കെ ന്യായമാണ്. എവിടെ അന്തി ഉറങ്ങും? റോഡിൽ ഇറങ്ങി കിടക്കാൻ പറ്റുമോ എന്ന് ഉമ്മ ചോദിച്ചത് നമ്മൾ കേട്ടല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത്. അവരുടെ ജീവൽ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്താനുള്ള നടപടികളിലേക്ക് പോകണം. അല്ലെങ്കിൽ ദുരന്തബാധിതർ ഇതുപോലെ പ്രക്ഷോഭ പരിപാടികളിലേക്ക് ഇറങ്ങേണ്ടി വരും എന്നാണ് അവരുടെ പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്.